ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കുട്ടിക്കാനത്തിനടുത്തൊരു പൈൻ ഗാർഡുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ പോയി കണ്ടിട്ട് വരാം. എല്ലാവർക്കും എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കുട്ടിക്കാനത്തിനടുത്ത് ഒരു പൈൻ ഗാർഡുണ്ട്. അപ്പോൾ കുട്ടിക്കാനത്ത് നിന്നും നമ്മുടെ പീരുമേട് പോകുന്ന വഴിക്കാണ് ഈ ഒരു പൈൻ ഗാർഡുള്ളത്. അതിമനോഹരമായ കാഴ്ചയാണ് ഈ പൈൻ കാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂട്ടത്തോടെ നിൽക്കുന്ന പൈൻ മരങ്ങൾ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുവാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അറിയുന്നോ പശുവിന് ഇറങ്ങാനുള്ള വഴിയാ. നമുക്ക് വേണ്ട വഴിയാ പശുവാണല്ലോ പോകുന്നത്. ഇന്ന് കുടമഞ്ഞില്ല, അതുകൊണ്ട് പശുവെല്ലാം നമ്മുടെ ബൈക്കിൻ്റെ അടുത്തോട്ടാണല്ലോ പോകുന്നത്. ഇടിച്ച് തകർക്കോ? ഞാൻ ചോദിച്ചല്ല പശു ഉണ്ടോന്ന്. ഞാൻ പശുവിനെ പോലെ കണ്ട പോലെ എനിക്ക് തോന്നിയത് അത് തന്നെ. ഞാൻ ചോദിച്ചല്ലേ ഇവിടെ പശു ഉണ്ടോന്ന്. പശുവിനെ താഴെ കണ്ട പോലെ എനിക്ക് തോന്നിയായിരുന്നു. പണ്ടത്തെ പോലെ ഫോഴ്സില്ല, എനർജി ഇല്ല കയറ്റാൻ. ഞങ്ങളെല്ലാ വീഡിയോയിലും പറയുന്നതാണ് അല്ലേ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണല്ലോ ഫുള്ള്. അതെ, പ്ലാസ്റ്റിക്കും കുപ്പിയും. നമ്മുടെ ചുറ്റും പൈൻ മരങ്ങളാണ്. നല്ല ഭംഗിയാണിത് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ നമുക്ക് മേളിൽ പോയി നോക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തിനടുത്തുള്ള പൈൻ കാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മേളോട്ട് കുറച്ച് നടക്കാനുണ്ട്. നടക്കലാണല്ലോ പാട്, അല്ലേടാ വിഷ്ണു? അപ്പോൾ നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല കയറ്റം തന്നെയാണ്. മേളോട്ട് പൈൻ മരങ്ങളാണ് ഫുള്ള്, അങ്ങ് ദൂരത്തോളം പൈൻ മരങ്ങൾ അല്ലേ. വിഷ്ണുവിന് ഈ വ്യൂ പോയിന്റ് കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മൾ കൊടൈക്കനാലൊക്കെ ചെല്ലുമ്പോൾ ഗുണ കേവിന്റെ ഒരു സെറ്റപ്പ്, പൈൻ മരങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും? അതുപോലെയൊക്കെ കിട്ടും. എന്നാലും ഇതുണ്ട് ഇവിടെ ഒരു ചാരുകസേര പോലെ ഒരു സംഭവം. മരത്തെ ഇത് മുള വെച്ചല്ലേ, മുളയും മരക്കമ്പുകളും ഒക്കെ ഉണ്ട്. ഇത് പൈൻ മരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. പൈൻ മരത്തിൻ്റെ കമ്പൊക്കെ കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് നമ്മുടെ വിഷ്ണു പറയുന്നത്. മെയിനായിട്ട് മൊത്തം പ്ലാസ്റ്റിക്കേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരം തന്നെയാണ് നമ്മുടെ ഈ പൈൻ കാട്ടിൽ. പൈൻ കാട് പ്ലാസ്റ്റിക് കാടായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്താടാ പറഞ്ഞേ? ഞാൻ മറ്റേ മഞ്ഞുമലൻ ബോയ്സിലെ ഡയലോഗ് പറഞ്ഞ മനുത ന്യൂനമൃതം കൊള്ളുകയല്ലേ. അല്ല, ഇത് മഞ്ഞത്രക്കാതലല്ലേ.
മഴയും മഞ്ഞൊക്കെ ഉള്ളപ്പോൾ വന്ന് ചായയും കുടിക്കാൻ ഇവിടെ ഇരുന്ന്. ചായക്കട ഏതാണ്ടാ താഴെ കാണുന്നത്. അവിടെ നിന്ന് പേപ്പർ ഗ്ലാസ് മേടിച്ചോണ്ട് ഇവിടെ കയറി വരണല്ലേ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ. ഇച്ചിരി ചടങ്ങാ. ഇവിടെ വരുമ്പം ചായ പകുതി റോട്ടിൽ പോകും. എൻ്റെ അമ്മോ, നല്ല കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മളിവിടെ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ അതിമനോഹരമാണ്. ചുറ്റും പൈൻ മരങ്ങൾ മാത്രം. അങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞങ്ങളുടെ കൂടെ രണ്ടുപേരും കയറി പോകുന്നത് കാണുന്നില്ല. നമുക്ക് മേളോട്ട് പോകണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ വണ്ടി അവിടെ എൻട്രി ഫീസ് ഒന്നും വേണ്ട. എൻട്രി ഫീസ് ഒന്നും ഇല്ല. അപ്പോൾ വണ്ടി നമ്മൾ താഴെ ഇടുക, പതുക്കെ ഇങ്ങ് കയറി പോരുക. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ കരുതുന്നത് നല്ലതായിരിക്കും അല്ലേ, മടുപ്പൊക്കെ ഉള്ളവർ. അല്ലെങ്കിൽ നമ്മൾ മല കയറി ആ മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഇടപാട് തരും. നല്ലൊരു കയറ്റമാണ് മേളോട്ട്. പിന്നെ തിരിച്ചിറങ്ങി വരുന്നത് ഇച്ചിരി പ്രയാസമുള്ള കേസാണ്. കയറി പോകുന്നതിനെ കഴിഞ്ഞും പാടാ ഇറങ്ങിപ്പോയി. ഈ പൈൻ മരത്തിൻ്റെ അതിൻ്റെ ഇലയില്ലേ, അതെല്ലാം ഇങ്ങനെ നാര് പോലത്തെ വള്ളി പോലെയൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പെട്ടെന്ന് താഴെ എത്താം. അപ്പോൾ നമുക്ക് മേളോട്ട് പോയി നോക്കാം അല്ലേ. നമുക്ക് നടത്തം കുറയ്ക്കാം. ഇനി പെട്ടെന്ന് താഴെ ചെല്ലുമ്പം വണ്ടി എടുത്ത് വീട്ടിൽ പോകാൻ നോക്കാം. അല്ല, വണ്ടി എടുക്കാൻ ഡ്രൈവറാണ്, അല്ലെ ഡ്രൈവറിനെ താഴെ നിർത്തിയിട്ട് വരണം. പക്ഷേ ഡ്രൈവറാണെങ്കിൽ പിന്നെ ആംബുലൻസിൽ പോകേണ്ടി വരുമല്ലേ. ഇപ്പോൾ ഒരു ആംബുലൻസ് കണ്ടേ ഉള്ളൂ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസ് വരും, അപ്പം കയറി പോവാം. അപ്പം നമ്മൾ എവിടെ പോയാലും നാളെ നമ്മുടെ സേഫ്റ്റി മുഖ്യം. സേഫ്റ്റി മുഖ്യം ബിഗിലേ. പക്ഷേ ഫോണിൽ കൂടെ നോക്കിക്കും, ഇവിടുത്തെ നല്ല നൈസാണ് കാണാനേ, നേരിട്ട് കാണാനും ഫോണിൽ കാണാനും. ഗായ്സ്, ഇവിടെ മൊത്തം ഈ മരത്തിൻ്റെ ഈ ഇലകൾ ഉണങ്ങി കിടക്കുകയാണ്. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ ഇറങ്ങിപ്പോണം. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ ഒരു പ്രൊമോഷൻ തരുത് വീഡിയോയുടെ കമൻറ്റില്ലേ ഒരു കമൻറ്റ് കണ്ടിട്ട് എനിക്കിവിടെ അത് കണ്ടപ്പോൾ തൊട്ട് വീഡിയോ എടുക്കുന്നതിലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അല്ലെന്ന് വീഡിയോ എടുക്കാനേ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ക്യാമറമാൻ ബിഗ് സല്യൂട്ട്. ക്യാമറമാൻ ഉണ്ണിനോടൊപ്പം അനൂപ്. അതല്ല, നമ്മൾ മൂന്നാർ പോയ വീഡിയോ ഇല്ലേ, അതിട്ടപ്പം അതിൻ്റെ അടി കമൻറ്റ് കിടക്കുന്നു, ക്യാമറമാന് ബിഗ് സല്യൂട്ട്. ഇത് ഇങ്ങനെ ആൾക്കാർ വരാൻ വേണ്ടിയേ ഇങ്ങനെ ആക്കിയിടുന്നതാണോ അതോ? അല്ല, മരം തന്നെ ആക്കിയിടുന്ന. അതല്ലെന്ന്, ഈ പുല്ലൊക്കെ അല്ല ആ സൈഡിലോട്ടൊക്കെ നല്ല പുല്ലുണ്ട്, ഇവിടെ ഒന്നും പുല്ലുമില്ലല്ലോ. എടാ, ഇത് മരത്തേല എല്ലാം കരിഞ്ഞു കഴിയുമ്പോൾ താഴേക്ക് വീഴുന്ന. അതല്ലെന്ന്, ഇതല്ല സൈഡിയൊക്കെ കണ്ടോ കാട് കയറി. ഇപ്പോഴാണ് കറക്റ്റുള്ള സ്ഥലത്തെത്തിയത്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിന്റെ മധ്യത്തിൽ എന്ന് പറയാം എത്തി. അതിമനോഹരം അല്ലേ. താഴെ റോഡൊക്കെ കാണാം ഇവിടുന്ന്. മഞ്ഞില്ലാത്ത വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് പറയത്തില്ല. മഞ്ഞില്ലാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ചെറിയ മഞ്ഞുണ്ടെന്ന് തോന്നുന്നല്ലേ, തോന്നുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോലെ.
അപ്പം ഗായ്സ് ഇതൊക്കെയാണ് പൈൻകാട്ടിലെ കാഴ്ചകൾ. കൂട്ടത്തോടെ നിൽക്കുന്ന പൈൻ മരങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ മഞ്ഞില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. മഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു സെറ്റപ്പായിരിക്കും. ഒരു പ്രാവശ്യം മഞ്ഞുള്ളപ്പോൾ ഞങ്ങളിവിടെ വന്നായിരുന്നു. അന്ന് നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ. പക്ഷെ ഇന്ന് മഞ്ഞിൻ്റെ ഒരു കുറവുണ്ട്. മഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തരീക്ഷം മൊത്തത്തിൽ മാറും. ഒരു ദിവസം നമ്മൾ മഞ്ഞുള്ളപ്പോൾ ഇവിടെ വരാം കേട്ടോ. ഗായ്സ് ഈ ഒരു സ്പോട്ട് നമ്മുടെ സിംഗിൾസിനും കപ്പിൾസിനും ഒക്കെ ഒരുപോലെ വന്ന് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഗായ്സ് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ഉണ്ണി പറയാണ് വേണ്ടേ പുൽക്കൂടുണ്ടാക്കാൻ ഇത് വേണം യൂസ് ചെയ്യാൻ. ആ ഭയങ്കര സെറ്റപ്പാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആ മരം വേണം വെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വഴിയുവാണെങ്കിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഗായ്സ് ഒരു മരത്തിന് ചുറ്റും വേലി പോലെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ആണി കുത്തി കയറാതെ സൂക്ഷിച്ചാൽ ഇരിക്കുന്ന ആൾക്ക് കൊള്ളാം. ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അടിപൊളിയാണ് ഇവിടെ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഏത് വ്യൂ പോയിന്റിൽ പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ മഴ നനഞ്ഞേ വരുള്ളൂ. ഈ പ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു. തിരിച്ച് നമ്മൾ വീട്ടിലെത്താറായപ്പോൾ ഒരു പെരുമഴ പെയ്തു. ആ മഴയത്ത് ഞങ്ങൾ ഫുള്ള് നനഞ്ഞു. ഭാഗ്യം കൊണ്ട് ഫോണിനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.